10,000 ആനകളുടെ ബലത്തോടുകൂടിയ ദാരികൻ, 10,000 ആനകളുടെ ബലത്തോടുകൂടിയ ദാരികൻ ഇതാ യുദ്ധത്തിന് തയ്യാറായി രംഗത്ത് വന്നിരിക്കുന്നു. യുദ്ധം അതിന്റെ പരമാവധി ഭാവത്തിൽ എത്തി നിൽക്കുന്നു. ഭഗവതിയുടെ സൈനികരെയാണ് ഏറ്റവും കൂടുതൽ യുദ്ധ തടവുകാരായി ദാരികന്റെ ആൾക്കാർ പിടിച്ചെടുത്തിട്ടുള്ളത്. ദാരികന്റെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പിടിച്ചെടുത്തിരിക്കുന്നത്. ഞാനീ പറയുന്നതൊന്നും ശരിയല്ല. ദാരികനാണ് ഏറ്റവും നല്ല ആള്, ഭഗവതി ശരിയായിട്ടുള്ള ആളല്ല എന്നും ദാരികനാണ് യുദ്ധത്തിൽ ജയിക്കേണ്ടത് എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത്. അപ്പോ ദാരികനുമായിട്ടുള്ള യുദ്ധം അതിന്റെ പരമാവധി ഭാവത്തിൽ എത്തി നിൽക്കുന്നു. നാഗങ്ങൾ പുറത്തു വരുന്നു. ആ നാഗങ്ങൾ ദാരികന്റെ കഴുത്തിൽ ചുറ്റുന്നു. അതിനോടൊപ്പം ഭഗവതിയുടെ സൂര്യത്തിൽ നിന്നും മുറിവേറ്റ് ഭഗവതിയുടെ ശരീരത്തിൽ നിന്നും ദാരികന്റെ ശരീരത്തിൽ മുറിവേൽക്കുന്നു. ആ മുറിവിൽ നിന്നും 1000 ദാരികന്മാർ ആകാശത്തും ഭൂമിയിലുമായി ഓരോ തുള്ളിയിൽ നിന്നും വരുന്നു. അങ്ങനെ ഓരോ തുള്ളിയിൽ നിന്നും 1000 ദാരികന്മാർ വരുന്ന അവസരത്തിൽ അവരെ പ്രേതങ്ങളാക്കി മാറ്റുന്നു ഭഗവതി. ബാക്കിയുള്ള ദാരികന്മാരെ വേദാളിയും ഭൂതാളികളുമായി ഭക്ഷിച്ചു തീർക്കുന്നു. അങ്ങനെ 200 കോടി ദാരികന്മാരെ ഭദ്രകാളിയും വേദാളിയും ഭൂതാളികളും കൂടി കൊന്നിരിക്കുന്നു എന്നാണ് ഈ യുദ്ധചരിത്രം പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. ദാരികന്റെ സർവശക്തിയും എടുത്ത ദാരികന്റെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഭദ്രകാളിയും ദാരികനുമുള്ള അംഗം അതിന്റെ പരമാവധി ഔന്നിത്യത്തിൽ എത്തി നിൽക്കുന്നു. ഭദ്രകാളിയുമായിട്ടുള്ള യുദ്ധത്തിൽ ദാരികന്റെ പക്ഷക്കാർ ഒരു പടി മുന്നോട്ട് വരുന്നു. ഈ വഴിയിൽ നിൽക്കുന്ന വഴിയിലേക്ക് വരുന്ന അമ്മമാർ മാറി നിൽക്കണം. കാരണം ദാരികനും അവരുടെ ആളുകൾക്ക് വരാനാണ് സ്റ്റേജിനകത്ത് വഴി ഉണ്ടാക്കിയിരിക്കുന്നത്. ദയവായി അവിടുന്ന് മാറി നിന്ന് ഇതിന് സഹകരിക്കണം. നിങ്ങളുടെ അമ്പലത്തിൽ നടക്കുന്ന ഒരു വിഷയമാണ്. ശ്രദ്ധയ്ക്ക് സമൂഹ സദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമൂഹ സദ്യയിൽ പങ്കെടുക്കേണ്ട മുഴുവൻ ഭക്തജനങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ സമൂഹ സദ്യയിൽ പങ്കെടുത്ത് ദേവിയെ ദർശിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സമൂഹ സദ്യ നടന്നുകൊണ്ടിരിക്കുന്നു. സമൂഹ സദ്യയിൽ തിരക്ക് കുറഞ്ഞിരിക്കുന്നതിനാൽ ഇപ്പോൾ എല്ലാ ഭക്തജനങ്ങളും സമൂഹ സദ്യയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും ആവേശത്തോടുകൂടി തന്റെ സർവശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് ദാരികൻ ഈ യുദ്ധത്തിന് തയ്യാറെടുത്ത് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധത്തിന്റെ ഈ 5ാമത്തെ പോരിന്റെ പരിസമാപ്തി എന്ന് പറയുന്നത് ദാരികൻ ഭഗവതിക്കെതിരെ ബ്രഹ്മാവിൽ നിന്ന് കിട്ടിയ ബ്രഹ്മദണ്ഡ് എന്ന് പറയുന്ന ദിവ്യാസ്ത്രം, ബ്രഹ്മാവിൽ നിന്ന് കിട്ടിയ ബ്രഹ്മദണ്ഡ് എന്ന് പറയുന്ന ദിവ്യാസ്ത്രം ഉപയോഗിക്കുന്നത് ഈ പോരിലാണ് ആദ്യമായി ഉപയോഗിക്കുന്നത്. കഴിയില്ല എന്ന് ഭഗവാനിക്ക് മനസ്സിലാകുന്നു. ഈ ബ്രഹ്മദണ്ഡ് പ്രയോഗിക്കുന്നത് കണ്ട് ഭയന്ന് ബ്രഹ്മദണ്ഡ് ദാനമായി നൽകിയ ബ്രഹ്മാവിനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. ഇതാ അങ്ങ് വരദാനമായി നൽകിയ ബ്രഹ്മദണ്ഡ് ഭദ്രകാളിയുടെ നേരെ വാങ്ങി വരുന്നുണ്ട്. ആ ബ്രഹ്മദണ്ഡിൽ നിന്ന് ഭദ്രകാളിയെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭദ്രകാളിയുടെ ശരീരത്തിലേക്ക് മുറിവേൽപ്പിക്കുവാൻ ദാരികൻ ഒരുങ്ങി വരുന്നു. ഭദ്രകാളിയെ ഞാൻ ഉപദ്രവിക്കും, ഞാൻ കൊല്ലും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്
അസുര ചക്രവർത്തി ഇതാ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. ഈ ബ്രഹ്മദണ്ഡ കടന്നു വരുന്ന അവസരത്തിൽ ദേവദേവാദികളുടെ പ്രാർത്ഥന കൊണ്ട്, ബ്രഹ്മാവിന്റെ കടാക്ഷം കൊണ്ട് താൻ പരപരമായി നൽകിയതാണ് എങ്കിൽ തന്നെയും അതിന്റെ ശക്തി കുറയ്ക്കുന്നതിന് ബ്രഹ്മാവിന് കഴിഞ്ഞു. അങ്ങനെ ഭദ്രകാളി ആ ബ്രഹ്മദണ്ഡിൽ നിന്നും രക്ഷപ്പെടുന്നു. ആ ബ്രഹ്മദണ്ഡിൽ നിന്നും രക്ഷപ്പെടുന്ന ഭഗവതി അല്പസമയം കഴിഞ്ഞ് തളർന്ന് വിവശയായി യുദ്ധകളത്തിൽ നിന്ന് പിന്മാറുന്ന കാഴ്ചയാണ് ഈ പോരിന്റെ അവസാനം എന്ന് പറയുന്നത്. ഭദ്രകാളിയെ വെല്ലുവിളിക്കുന്നു. ഭദ്രകാളിയുടെ മുമ്പിൽ അട്ടഹസിച്ചുകൊണ്ട്, ധൈര്യമുണ്ടെങ്കിൽ എന്നോട് യുദ്ധത്തിന് വാ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭദ്രകാളിയെ പിന്തുടരുന്ന ദാരികൻ, ഭദ്രകാളിയെ ദാരികൻ പിന്തുടരുന്നു. ഭദ്രകാളിയെ ദാരികൻ പിന്തുടരുന്നു. ഭദ്രകാളിക്ക് നേരെ ബ്രഹ്മദണ്ഡ ദാരികൻ ഉപയോഗിക്കും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു. സ്ഥലസൗകര്യം വളരെ കുറവായതുകൊണ്ട് വരുന്ന ഭക്തജനങ്ങൾ സ്വയം തന്നെത്താനെ തന്നെ നിയന്ത്രിക്കേണ്ടതാണ്. പോര് നടക്കുന്ന യുദ്ധം നടക്കുന്ന സ്ഥലമാണ്. ഇതിനകത്ത് പങ്കെടുക്കുന്നത് അസുര ചക്രവർത്തി അദ്ദേഹത്തിന്റെ ആൾക്കാരുമാണ്. യാതൊരു ധർമ്മവും ഇല്ലാത്ത ആൾക്കാരാണ് ഇതിനകത്ത് യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. നിങ്ങളുടെ നിരപരാധിത്വം അവന്മാർക്ക് അറിയില്ല എന്നുള്ളതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെത്താനെ നിയന്ത്രിക്കുന്നതാണ് നല്ലത്. ഭദ്രകാളി ദാരികരമായിട്ടുള്ള യുദ്ധത്തിൽ അതിന്റെ പരമാവധി സ്ഥാനത്തെത്തി നിൽക്കുന്നു. ഭദ്രകാളിയുമായിട്ടുള്ള യുദ്ധം അതിന്റെ പരമോന്നത സ്ഥാനത്തെത്തി നിൽക്കുന്നു. അമ്പലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ദാരികൻ പ്രവേശിക്കുന്നു. അമ്പലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ദാരികൻ രംഗപ്രവേശനം ചെയ്ത് ഭദ്രകാളിയുമായിട്ട് നേരിട്ട് യുദ്ധം നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രതീകാത്മകമായ യുദ്ധത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പല പ്രാവശ്യം പറഞ്ഞതാണ്. ധർമ്മം നിലനിർത്തുക, ധർമ്മം നിലനിർത്തുക, അധർമ്മത്തിനെ നശിപ്പിക്കുക. ധർമ്മം നിലനിർത്തുക, അധർമ്മത്തിനെ നശിപ്പിക്കണം. ഈ ഭാരതം എന്ന് പറയുന്ന പുണ്യഭൂമി, കർമ്മഭൂമി, ഇതൊരു ധർമ്മഭൂമിയാണ്, ധർമ്മത്തിന്റെ ഭൂമിയാണ്. ലോകത്ത് ഭൂഗോളം ഒന്ന്, അതിന്റെ മാതൃക ഒന്ന് തിരിച്ചു നോക്കിയാൽ, മേശപ്പുറത്തിരിക്കുന്ന മാതൃക, ഭൂഗോളത്തിന്റെ മാതൃക ഒന്ന് തിരിച്ചു നോക്കിയാൽ ഭൂഗോളത്തിന് ഒരു സിന്ദൂര തിലകം ചാർത്തിയത് മാതിരി ശോഭിച്ചു നിൽക്കുന്ന ഒരു പ്രദേശമുണ്ട്. ആ സിന്ദൂര തിലകം ചാർത്തിയത് മാതിരി ശോഭിച്ചു നിൽക്കുന്ന പ്രദേശമാണ് ഭാരതം എന്ന് പറയുന്ന പ്രദേശം. ഭാരതം എന്ന് പറയുന്ന പേര്, ഭാരതം എന്ന് പറയുന്ന പേര് ഈ പുണ്യഭൂമിക്ക് എങ്ങനെ കിട്ടി എന്ന് ചിന്തിച്ചാൽ, ഭാസ എന്ന് പറയുന്ന ധാതുവിന്റെ, ഭാസ എന്ന് പറയുന്ന ധാതുവിന്റെ ക്രിയാനാമമാണ് ഭാരതം. ഭാസ എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ സ്വയം പ്രകാശിക്കുന്ന ഒരു പ്രദേശമാണ് ഭാരതം. ഭാരതം എന്ന് പറയുന്ന പുണ്യഭൂമി, ഭാസ എന്ന് പറയുന്ന ധാതുവിന്റെ ക്രിയാനാമത്തിൽ നിന്ന് സ്വയം പ്രകാശിക്കുന്ന ഒരു പ്രദേശമാണ് ഭാരതം എന്ന് പറയാനുള്ള കാരണം, ഭാരതം എന്ന് പറയുന്ന പ്രദേശത്തിന് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു സമ്പാദ്യമാണ്. ഒരു പ്രത്യേകമായ ഒരു സമ്പാദ്യത്തിന്റെ അവകാശികളാണ് ഭാരതീയരായ നമ്മളൊക്കെ. മറ്റു രാഷ്ട്രങ്ങളിലെ ജനങ്ങൾക്കുള്ളതിനേക്കാളും പ്രത്യേകമായ ഒരു സമ്പാദ്യം ഭാരതീയരായ നമുക്കുണ്ട്. നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഗുരുപരമ്പരയാണ്. വ്യാസവസിഷ്ഠ വിശ്വാമിത്രാദികൾ മുതൽ രാമകൃഷ്ണ പരമഹംസനും വിവേകാനന്ദനും ചട്ടമ്പിസ്വാമികളും സായിബാബയും അമൃതാനന്ദമയും ഒക്കെ ചേർന്ന ഭാരതത്തിന്റെ ഗുരുപരമ്പര. അവരുടെ കർമ്മം കൊണ്ടും അവരുടെ ജന്മം കൊണ്ടും അവരുടെ കർമ്മം കൊണ്ടും അഴുക്ക് കളഞ്ഞ പ്രദേശമാണ് ഭാരതം എന്ന് പറയുന്ന പ്രദേശം. ഈ പ്രദേശം ഭൂമിയിലെ ഒരു പുണ്യസ്ഥാനമാണ്. ഈ പ്രദേശം ഒരു കർമ്മഭൂമിയാണ്. ശ്രീരാമചന്ദ്രൻ രാവണ യുദ്ധത്തിന് ശേഷം ശ്രീരാമചന്ദ്രൻ രാവണനെ കൊന്ന് സീതയെ സ്വീകരിച്ച്, അഗ്നിപരീക്ഷ കഴിഞ്ഞ സീതയെ സ്വീകരിച്ച് അയോധ്യയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് വിഭീഷണന് രാജ്യാഭിഷേകം, പട്ടാഭിഷേകം നൽകാൻ അവർ തുടങ്ങുന്ന അവസരത്തിൽ രാവണന്റെ സഹോദരനായ വിഭീഷണൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, അങ്ങ് എന്തിനാണ് എനിക്ക്
എനിക്ക് പട്ടാഭിഷേകം നടത്തുന്നത് ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ട് എങ്കിൽ അത് ശ്രീലങ്കയാണ്. ആ ശ്രീലങ്കയിലെ രാജാവായിട്ടും രാജ്ഞിയായും ശ്രീരാമചന്ദ്രനും സീതാദേവി അഭിഷേകം ചെയ്ത് ഇവിടെ താമസിക്കണം എന്ന് ശ്രീരാമചന്ദ്രനോട് രാവണ സഹോദരനായ വിഭീഷണൻ ആവശ്യപ്പെടുന്ന അവസരത്തിൽ ഭാരതത്തിലെ ഓരോ പൗരനും അവന് രോമാഞ്ചമുണ്ടാക്കുന്ന ഒരു വാചകമാണ് ശ്രീരാമചന്ദ്രൻ വിഭീഷണനോട് തിരിച്ചു പറഞ്ഞത്. മാതാവും മാതൃരാജ്യവും എനിക്ക് സ്വർഗത്തേക്കാൾ അഭികാമ്യമാണ് എന്ന്. നമ്മയൊക്കെ സംബന്ധിച്ച് വിഭീഷണൻ എന്ന് പറയുന്ന രാവണ സഹോദരൻ അവിടെ രാജാവായി പട്ടാഭിഷേകം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ മാതാവും മാതൃരാജ്യവും എനിക്ക് സ്വർഗത്തേക്കാൾ അഭികാമ്യമാണ്. മദർ ആൻഡ് മദർലാൻഡ് ആർ മോർ ഡിയറർ ദാൻ ദ ഹെവൻ എന്നുള്ളതാണത്. അപ്പോ മാതാവിനെയും മാതൃരാജ്യത്തെയും സ്വർഗത്തേക്കാൾ വലുതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന, മാതാവിനെയും മാതൃരാജ്യത്തിനെയും സ്വർഗത്തേക്കാൾ വലുതാണ് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഈ നാട്ടിൽ ജനിച്ചിട്ടുള്ള ഓരോ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗത്തേക്കാൾ വലുതാണ് അവന്റെ അമ്മ. അമ്മ എന്ന് പറയുന്ന സങ്കല്പത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ലോകത്ത് കോടാനുകോടി സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളിൽ ഒരു സ്ത്രീ മാത്രമാണ് ഒരു പുരുഷന്റെ ഭാര്യ. ബാക്കി സ്ത്രീകളെല്ലാം അവന്റെ അമ്മയാണ്. അപ്പൊ അമ്മ എന്ന് പറയുന്ന ഉദാത്തമായ ആ മാതൃഭാവം ശ്രീരാമചന്ദ്രൻ പറഞ്ഞത് മാതാവും മാതൃരാജ്യവും എനിക്ക് സ്വർഗത്തേക്കാൾ അഭികാമ്യമാണ് എന്നാണ്. അപ്പൊ മാതാവും മാതൃരാജ്യവും മാതൃരാജ്യത്തിന്റെ നിലനിൽപ്പിന് ഒരുപാട് വെല്ലുവിളികൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ വെല്ലുവിളികളിൽ പ്രധാനം എന്ന് പറയുന്നത് വൈദേശിക മതങ്ങളും മതമൗലികവാദങ്ങളും തീവ്രവാദങ്ങളും ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ തകർത്തെറിയുന്നതിലേക്ക് വേണ്ടി ഇവിടെ ശ്രമങ്ങൾ ആരംഭിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. ഈ രാജ്യം വൈദേശികമായ ആക്രമണങ്ങൾ ഒരുപാട് നേരിട്ടിട്ടുണ്ട്. മുഗളന്മാരും ദുർയോഗവുമായ സാമ്പത്തിക ശാസ്ത്രത്തെ പ്രത്യശാസ്ത്രമാക്കിയ രാഷ്ട്ര നൈതിക ശാസ്ത്രങ്ങളും ഭാരതത്തെ കടന്നാക്രമിച്ചിട്ടുണ്ട്. ആക്രമിച്ചിട്ടുള്ള ആ ആക്രമണങ്ങളെല്ലാം നേരിട്ട് പ്രതിസന്ധികളെ നേരിട്ട് നിൽക്കുന്ന ഈ പുണ്യഭൂമിയായ ഭാരതം, ഈ കർമ്മഭൂമിയായ ഭാരതം സ്വർഗത്തേക്കാൾ അഭികാമ്യമാണ് എനിക്ക് എന്ന് ശ്രീരാമചന്ദ്രൻ ശ്രീലങ്കയിൽ നിന്ന് പ്രഖ്യാപിച്ചപ്പോൾ അത് ഏനുള്ള പക്ഷം എന്ന് പറയുന്നത് നമ്മുടെ അമ്മയും നമ്മുടെ മാതൃരാജ്യവുമാണ് എന്നോർക്കണം. മാതൃരാജ്യത്തിന് വേണ്ടിയും മാതാവിന് വേണ്ടിയും പടവരുതാൻ യുവാക്കൾ തയ്യാറാകണം. അങ്ങനെ ഈ പുണ്യഭൂമിയായ ഈ ഭാരതവർഷത്തിൽ പുണ്യഭൂമിയായ ഭാരതവർഷത്തിൽ ഞാൻ ഭദ്രകാളിയുടെ ദാസനാണ്. എന്നെ വധിക്കുന്നതിനെ അവർക്ക് കഴിയില്ല. ഉറപ്പാണ്. ഭദ്രകാളിയുടെ ദാസനായ എന്നെ വധിക്കുന്നതിന് ധാരിക ശക്തികൾക്ക് കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ധാരിക വർഗത്തിന് എനിക്ക് ഭയവുമില്ല. ഈ പുണ്യഭൂമിയിൽ നടക്കുന്ന ഈ പോരിൽ, അഞ്ചാമത്തെ പോരിൽ ദാരികനും ദേവിയുമായിട്ടുള്ള യുദ്ധത്തിൽ ദേവി പിൻവാങ്ങി. ദാരികൻ വിജയശ്രീലാളിതനായി ഇതാ വരുന്നു. അദ്ദേഹത്തിന് ഖജാൻജി, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്ക് ക്ഷേത്രദൈവത്തിന്റെ